ആകാശവാണി. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. തെലങ്കാനയിൽ തുടങ്ങിവച്ച വികസന പദ്ധതികൾ സാക്ഷാത്കരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 56,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. പാർലമെന്റിലും നിയമസഭകളിലും പ്രസംഗിക്കാനോ വോട്ട് ചെയ്യാനോ ജനപ്രതിനിധികൾ കോഴ വാങ്ങുന്നത് കുറ്റകരമെന്ന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച്. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാൻ രാജ്യത്തെ യുവജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡിഫ് കണക്ട് 2024 ന്യൂഡൽഹിയിൽ തുടക്കമായി. കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പണം പിൻവലിക്കുന്നതിന് 50,000 രൂപ പരിധി വച്ചിട്ടുണ്ടെന്നും മന്ത്രി. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. പരീക്ഷ എഴുതുന്നത് 4,27,105 വിദ്യാർത്ഥികൾ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെത്തി. തെലങ്കാനയിലെ അദിലാബാദിൽ 56,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. വൈദ്യുതി, റെയിൽ, റോഡ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ. തെലങ്കാനയിൽ കേന്ദ്ര സർക്കാർ തുടങ്ങിവച്ച വികസന പദ്ധതികൾ സാക്ഷാത്കരിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. साथियों, केंद्र की हमारी सरकार को और तेलंगाना राज्य के निर्माण को करीब 10 साल हो रहे हैं. जिस विकास का सपना तेलंगाना के लोगों ने देखा था, उसे पूरा करने में केंद्र सरकार हर तरह से सहयोग कर रही है. आज भी तेलंगाना में 800 मेगावाट बिजली उत्पादन की क्षमता वाली NTPC की दूसरी यूनिट का लोकार्पण हुआ है. സന്ദർശനവേളയിൽ തെലങ്കാനയിലെ ഹൈദരാബാദ്, സംഗറെഡ്ഡി എന്നിവിടങ്ങളിൽ 62,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ല് ഇടുന്നതിനൊപ്പം നിരവധി പദ്ധതികളും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയ ഗ്രിഡ് ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് നിരവധി വൈദ്യുത പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്തു. കൂടാതെ പുതുതായി വൈദ്യുതീകരിച്ച അംബരി, അദിലാബാദ്, പിമ്പൽഖുദി റെയിൽ പാതയും ഈ അവസരത്തിൽ മോദി രാജ്യത്തിന് സമർപ്പിച്ചു. തെലങ്കാനയെ മഹാരാഷ്ട്രയുമായും ഛത്തീസ്ഗഡുമായി ബന്ധിപ്പിക്കുന്ന 2 പ്രധാന ദേശീയപാത പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിടും. ഇന്ന് വൈകുന്നേരത്തോടെ ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി റെയിൽ, റോഡ്, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയുമായി ബന്ധപ്പെട്ട 6,800 കോടി രൂപയിലധികം വിലമതിക്കുന്ന ഒന്നിലധികം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നാളെ സംഗറെഡ്ഡിയിൽ നിർവഹിക്കും. തെലങ്കാന സന്ദർശനത്തിന് ശേഷം തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് കേന്ദ്ര സർക്കാർ സംരംഭമായ ആണവ റിയാക്ടർ ഭവിനി ശ്രീ മോദി സന്ദർശിക്കും. നാളെ രാവിലെ നടക്കുന്ന പരിപാടിയിൽ ഹൈദരാബാദിലെ സിവിൽ ഏവിയേഷൻ റിസർച്ച് ഓർഗനൈസേഷൻ കേന്ദ്രം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ഒഡീഷയിലെ ജാജ്പൂരിൽ 19,600 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിക്കും. ബുധനാഴ്ച രാവിലെ കൊൽക്കത്തയിൽ 15,400 കോടി രൂപയുടെ കണക്ടിവിറ്റി പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. തുടർന്ന് ബീഹാറിലെ ബേട്ടിയിൽ ഏകദേശം 8,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും. പിന്നീട് മുസാഫർപൂർ മോട്ടിഹാരി LPG പൈപ്പ് ലൈൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീ മോദി മോട്ടിഹാരിയിൽ ഇന്ത്യൻ ഓയിലിന്റെ LPG ബോട്ട്ലിംഗ് പ്ലാന്റും സ്റ്റോറേജ് ടെർമിനലും രാജ്യത്തിന് സമർപ്പിക്കും. പാർലമെന്റിലും നിയമസഭകളിലും പ്രസംഗിക്കാനോ വോട്ട് ചെയ്യാനോ കോഴ വാങ്ങുന്ന MPമാരും MLAമാരും നിയമ നടപടികളിൽ നിന്നും ഒഴിവാകുന്നില്ലെന്ന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടു. 1998 JMM കോഴക്കേസിൽ 5-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 7-അംഗ ഭരണഘടനാ ബെഞ്ച് ഐകകണ്ഠേന റദ്ദാക്കി. ഇത്തരം കോഴക്കേസുകൾ പാർലമെന്റിന്റെയും നിയമസഭകളുടെയും പ്രത്യേക അവകാശങ്ങളായി സംരക്ഷിക്കപ്പെടുന്നില്ലെന്നും 1998 വിധിയുടെ വ്യാഖ്യാനം ഭരണഘടനയുടെ അനുച്ഛേദം 105, 194 എന്നിവയ്ക്ക് വിരുദ്ധമാണെന്നും സുപ്രീംകോടതി പറഞ്ഞു. കൈക്കൂലി പൊതുജീവിതത്തിലെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നതിനാൽ അനുച്ഛേദപ്രകാരം അത് ഒഴിവാക്കാനാകില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു.
പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാൻ രാജ്യത്തെ യുവജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡിഫ് കണക്ട് 2024 ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ഒരു ചുവട് മുന്നോട്ട് പോയാൽ സർക്കാർ 100 ചുവട് മുന്നോട്ട് നീക്കി അവരെ സഹായിക്കുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ മുൻനിര വ്യവസായങ്ങളിൽ നിന്നും വൻതോതിൽ നിക്ഷേപകരെ ആകർഷിക്കുന്ന പരിപാടിയിൽ സായുധ സേനകൾ, പ്രതിരോധ വ്യവസായ പ്രമുഖർ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക് രംഗത്തെ പ്രമുഖർ, നയരൂപകർത്താക്കൾ എന്നിവർ പങ്കാളികളാകും. ചരക്ക് സേവന നികുതി വകുപ്പിലെ കേന്ദ്ര സംസ്ഥാന എൻഫോഴ്സ്മെന്റ് മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് നടക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. റവന്യൂ വകുപ്പാണ് ന്യൂഡൽഹിയിൽ ഏകദിന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. നേവൽ കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ 2024 ആദ്യ പതിപ്പ് നാളെ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ കടലിൽ നടക്കുന്ന ഹൈബ്രിഡ് മാതൃകയിലാണ് സമ്മേളനം. 3 ദിവസത്തെ പരിപാടിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനാ മേധാവികളെ അഭിസംബോധന ചെയ്യും. ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ അന്വേഷണം ആഭ്യന്തര മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബംഗളൂരു വൈറ്റ്ഫീൽഡ് മേഖലയിലെ കഫേയിൽ സ്ഫോടനം നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ത്യൻ നാവികസേനയുടെ ആധുനീകരണത്തിന്റെ ഭാഗമായി MH-60R സീഹോക്ക് ഹെലികോപ്റ്ററുകൾ ബുധനാഴ്ച നാവികസേനയുടെ ഭാഗമാകും. കൊച്ചിയിലെ INS ഗരുഡയിലാണ് ഹെലികോപ്റ്ററുകൾ കമ്മീഷൻ ചെയ്യുന്നത്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ട്രഷറിയിലെ എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഒരുമിച്ചെടുക്കുന്നതിന് സാങ്കേതിക പ്രശ്നമുണ്ട്. പണം പിൻവലിക്കുന്നതിന് 50,000 രൂപ പരിധി വച്ചിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ 4,27,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഈ മാസം 25 വരെയാണ് പരീക്ഷ. നവീകരിച്ച CMO പോർട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പൊതുജന പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടുതൽ സുതാര്യവും ലളിതവുമാകുന്ന രീതിയിലാണ് പോർട്ടൽ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. കേരളം നാളെ മിസോറാമിനെ നേരിടും. ഗ്രൂപ്പ് എയിൽ നിന്ന് കേരളം, സർവീസസ്, ഗോവ, അസം എന്നീ ടീമുകളും ഗ്രൂപ്പ് ബിയിൽ നിന്ന് മണിപ്പൂർ, മിസോറാം, ഡൽഹി റെയിൽവേസ് ടീമുകളുമാണ് ക്വാർട്ടർ മത്സരങ്ങളിൽ ഇടം നേടിയത്. സർവീസസും റെയിൽവേസും തമ്മിലാണ് ആദ്യ ക്വാർട്ടർ. വികസിത് ഭാരത് 2047 അടുത്ത 5 വർഷത്തേക്കുള്ള പ്രവർത്തന രൂപരേഖയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിമാരുടെ യോഗം ചർച്ച ചെയ്തു. പുതിയ സർക്കാർ രൂപീകരിച്ച ശേഷം നടപ്പാക്കേണ്ട 100 ദിന കർമ്മ പരിപാടിയെക്കുറിച്ചും യോഗത്തിൽ ചർച്ച നടന്നു. അക്കാദമിക, വ്യവസായ സ്ഥാപനങ്ങൾ, പൗരപ്രമുഖർ, ശാസ്ത്ര സംഘടനകൾ എന്നിവരുമായുള്ള കൂടിയാലോചനകളും പദ്ധതികളുമാണ് ലക്ഷ്യമിടുന്നത്. 2024 ഹജ്ജ് മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പ്രകാശനം ചെയ്തു. തീർത്ഥാടകർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ആരോഗ്യ സൗകര്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന സുവിധ മൊബൈൽ ആപ്പും കേന്ദ്രമന്ത്രി പുറത്തിറക്കി. ജനങ്ങൾക്ക് സുഗമവും സൗകര്യപ്രദവുമായ ഹജ്ജ് തീർത്ഥാടനം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിലെ വിവിധ മന്ത്രാലയങ്ങൾ യോജിച്ച ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച മന്ത്രി പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്നുള്ള 100 അംഗ യുവജന പ്രതിനിധികൾക്ക് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ന്യൂഡൽഹിയിൽ അത്താഴ വിരുന്ന് നൽകി. ഇരു രാഷ്ട്രങ്ങളുടെയും സഹവർത്തിത്വത്തെയും സാംസ്കാരിക വിനിമയത്തെയും സർക്കാർ ബഹുമാനിക്കുന്നുവെന്ന് ഠാക്കൂർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായി 2012 ബംഗ്ലാദേശ് യൂത്ത് ഡെലിഗേഷൻ പ്രോഗ്രാം ആരംഭിച്ചത്. തെലങ്കാനയിൽ വാനപർത്തി ജില്ലയിലെ കോത്തക്കോട്ടയ്ക്ക് സമീപം തെക്കലയ്യ ദർഗയിലുണ്ടായ വാഹനാപകടത്തിൽ 3 കുട്ടികളടക്കം 5 പേർ മരിച്ചു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. മരിച്ചവരെല്ലാം ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം റോഡരികിലെ മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ വിഷയങ്ങളിൽ സൈനിക വകുപ്പ് ദ്വിദിന ചർച്ച സംഘടിപ്പിക്കുന്നു. സംയുക്ത സൈനിക സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ അധ്യക്ഷനാകുന്ന പരിപാടിയിൽ പ്രതിരോധ സെക്രട്ടറി ഗിരിധാർ അരമനെ മുഖ്യ പ്രഭാഷണം നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. തെലങ്കാനയിൽ തുടങ്ങിവെച്ച വികസന പദ്ധതികൾ സാക്ഷാത്കരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 56,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. പാർലമെന്റിലും നിയമസഭകളിലും പ്രസംഗിക്കാനോ വോട്ട് ചെയ്യാനോ ജനപ്രതിനിധികൾ കോഴ വാങ്ങുന്നത് കുറ്റകരമെന്ന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച്.
പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാൻ രാജ്യത്തെ യുവജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡിഫ് കണക്ട് 2024 ന്യൂഡൽഹിയിൽ തുടക്കമായി. കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പണം പിൻവലിക്കുന്നതിന് 50,000 രൂപ പരിധി വച്ചിട്ടുണ്ടെന്നും മന്ത്രി. സംസ്ഥാനത്തെ SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. പരീക്ഷ എഴുതുന്നത് 4,27,105 വിദ്യാർത്ഥികൾ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.